ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേരള സദ്യ സ്പെഷ്യൽ ശർക്കര ഉപ്പേരിയാണ്. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുന്നായി ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് പച്ചക്കായ എടുത്തിട്ടുണ്ട്. തുണ്ടറിന് ശേഷം ഞാനത് നടുവിന് കീറിയതിന് ശേഷം രണ്ടായി കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഈ പച്ചക്കായെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കായുടെ എല്ലാം കറ പോകുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതെല്ലാം വറുത്തെടുക്കാൻ. നന്നായൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ 1 കപ്പ് അരി ഇട്ട് കൊടുക്കാം. അരിയെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. അരിയെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറയിലേക്ക് മാറ്റി ശേഷം അതിലേക്ക് 1 സ്പൂൺ ജീരകവും 1 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 2 സ്പൂൺ പഞ്ചസാരയും 3-4 ഏലക്കയും, ഏലക്കയുടെ തൊണ്ട് കളഞ്ഞിട്ട് ഞാൻ കുരു മാത്രമാണ് എടുത്തിരിക്കുന്നത്. ശേഷം അതിലേക്കൊരു 2.5 സ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറയിൽ നന്നായി പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ശർക്കര വെള്ളമൊഴിച്ച് പാനിയാക്കാം. ശർക്കര പാനി ആയിട്ടുണ്ട്. ഞാനിതാ അത് ഊറ്റി വേറൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു. ഇനി നമുക്കിതിൻ്റെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റണം. ശർക്കര നമുക്കൊരു നൂൽ പരുവമായി കിട്ടണം. നമ്മുടെ ശർക്കര പാനി ഇവിടെ ഒരു നൂൽ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. ശേഷം ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ചിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ആ പൊടി ചേർത്ത് ഇങ്ങനെ ഇളക്കി എടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ നമുക്ക് പൊടികളിങ്ങനെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര ഉപ്പേരി ഇവിടെ തയ്യാറായി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.